Hello dear students, welcome back to ISKC English. Okay dear students, നമ്മൾ ഇന്ന് ക്ലാസ്സിൽ നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിന്റെ കണ്ടിന്യൂഷൻ ആണ് ഇന്നത്തെ ക്ലാസ്. അതായത് എവല്യൂഷൻ ഓഫ് പ്രിന്റിംഗ് എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റ് ഇന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഓഫ്സെറ്റ് പ്രിന്റിംഗ് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അധികം ഇനി കാര്യമൊന്നും പറയണ്ട, നേരെ നമ്മൾ ക്ലാസ്സിലേക്ക് പോവാം. എന്താണ് ഓഫ്സെറ്റ് പ്രിന്റിംഗ്? അപ്പോൾ നോക്കൂ, ഓഫ്സെറ്റ് പ്രിന്റിംഗ് ഈസ് എ വൈഡ്ലി യൂസ്ഡ് പ്രിന്റിംഗ് ടെക്നോളജി. അപ്പോൾ വളരെ വ്യാപകമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രിന്റിംഗ് ടെക്നോളജിയാണ് എന്ത്? ഓഫ്സെറ്റ് പ്രിന്റിംഗ് എന്നുള്ളത്. വളരെ വ്യാപകമായിട്ട് വളരെ വൈഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുൻപൊക്കെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ടെക്നോളജിയിലും ഇൻവോൾവ്സ് ട്രാൻസ്ഫറിങ് ആൻ ഇങ്ക്ഡ് ഇമേജ് ഫ്രം എ പ്രിന്റിംഗ് പ്ലേറ്റ്. നമ്മൾ മുൻപൊക്കെ പ്രിന്റിംഗ് പ്ലേറ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ മുൻപ് പറഞ്ഞിരുന്നു അത് വൂഡൻ പ്ലേറ്റ് പറഞ്ഞിരുന്നു, അതുപോലെ തന്നെ മെറ്റലിൻ്റെ ഒക്കെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇവിടെയും ഒരു പ്രിന്റിംഗ് പ്ലേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ഫറിങ് ആൻ ഇങ്ക്ഡ് ഇമേജ് ഫ്രം എ പ്രിന്റിംഗ് പ്ലേറ്റ് ടു എ റബ്ബർ ബ്ലാങ്കറ്റ്. അതെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രിന്റിംഗ് പ്ലേറ്റിലുള്ള ഇങ്ക്ഡ് ഇമേജ് അതെന്തു ചെയ്യും? ഒരു റബ്ബർ ബ്ലാങ്കറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതായത് പ്രിന്റിംഗ് പ്ലേറ്റിൽ നിന്നും ഇങ്ക്ഡ് ഇമേജ് റബ്ബർ ബ്ലാങ്കറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതിനുശേഷം ദെൻ ഓൺ ടു ദി ഫൈനൽ പ്രിന്റിംഗ് സർഫസ്. അതിനുശേഷമാണ് ഫൈനൽ പ്രിന്റിംഗ് സർഫസ് ആയിട്ടുള്ള പേപ്പറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ എന്തിനാണ് ആദ്യം റബ്ബർ ബ്ലാങ്കറ്റിലേക്ക് അതിനുശേഷം പേപ്പറിലേക്ക്? അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രിന്റിംഗ് പ്ലേറ്റ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം അത് ഹെവി ആയിരിക്കും. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നേരെ അത് വന്നിട്ട് പേപ്പറിൽ വന്നിട്ട് പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഡാമേജ് വരും. അപ്പോൾ അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പേപ്പറിൻ്റെയും അതുപോലെ തന്നെ പ്രിന്റിംഗ് പ്ലേറ്റിൻ്റെയും ഇടയിൽ ഈ ഒരു റബ്ബർ ബ്ലാങ്കറ്റ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ ലാസ്റ്റ് പറയും അത്. ഓഫ്സെറ്റ് പ്രിന്റിംഗ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ദാറ്റ് water and oil do not mix, which allows the ink to be transferred to the paper without smearing. എന്താണ് ഓഫ്സെറ്റ് പ്രിന്റിംഗ് ടെക്നോളജിയുടെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്? ഇതിന്റെ തത്വം എന്ന് പറയുന്നത് വാട്ടറും ഓയിലും എന്ത് ചെയ്യില്ല? മിക്സ് ചെയ്യില്ല എന്നുള്ളതാണ്. വാട്ടർ ആൻഡ് ഓയിൽ ഡു നോട്ട് മിക്സ്, വിച്ച് അലോസ് ദ ഇങ്ക് ടു ബി. അപ്പോൾ ഈ ഒരു തത്വമാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഇതുകൊണ്ടുള്ള ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വിച്ച് അലോസ് ദ ഇങ്ക് ടു ബി ട്രാൻസ്ഫേർഡ് ടു ദി പേപ്പർ വിത്തൗട്ട് സ്മിയറിങ്. അതായത് ഈ ഒരു പ്രിൻസിപ്പിൾ, ഈ ഒരു തത്വം ഉപയോഗിക്കുന്നതിലൂടെ ഇങ്ക് എന്ത് ചെയ്യില്ല? ഇങ്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത്, അതായത് സ്മിയറിങ് കൂടാതെ, അതായത് വൃത്തികേടാവാതെ, അത് എന്താ കറയോ ആ രീതിയിൽ വൃത്തികേടാവാത്ത രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? അത് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. അലോസ് ദ ഇങ്ക് ടു ബി ട്രാൻസ്ഫേർഡ് ടു ദ പേപ്പറിലേക്ക് അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും വിത്തൗട്ട് സ്മിയറിങ്. അതായത് അത് പുരളുകയോ അല്ലെങ്കിൽ കറയാവുകയൊന്നും മറ്റും ചെയ്യാതെ. ദ പ്രോസസ് ഓഫ് ഓഫ്സെറ്റ് പ്രിന്റിംഗ് ഇൻവോൾവ്സ് സെവറൽ സ്റ്റേജസ് ഓർ സ്റ്റെപ്സ്. അപ്പോൾ ഇതിന് ഒരുപാട് സ്റ്റേജസ് അല്ലെങ്കിൽ സ്റ്റെപ്സ് വരുന്നുണ്ട്. ഇതിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഫസ്റ്റ് സ്റ്റെപ്പ്, ക്രിയേറ്റ് എ പ്രിന്റിംഗ് പ്ലേറ്റ് ബൈ യൂസിങ് കമ്പ്യൂട്ടർ ഫയൽ ഓർ ഫിസിക്കൽ ഡിസൈൻ. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു പ്രിന്റിംഗ് പ്ലേറ്റ് നിർമ്മിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഒന്നുകിൽ കമ്പ്യൂട്ടർ ഫയൽ അല്ലെങ്കിൽ ഫിസിക്കൽ ഡിസൈൻ, അതായത് പുറത്തു നിന്നുമുള്ള ഒരു സംഭവം, ഒരു സംവിധാനം, പുറത്തു നിന്നുമുള്ള ഏതെങ്കിലും ഒരു സംവിധാനം ഉപയോഗിക്കുന്നതാണ് ഫിസിക്കൽ ഡിസൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഫയലോ ഉപയോഗിച്ചിട്ട് പ്രിന്റിംഗ് പ്ലേറ്റ് നിർമ്മിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റേജ്. അതിനുശേഷം ദ പ്ലേറ്റ് ഈസ് ദെൻ കോട്ടഡ് വിത്ത് എ ലൈറ്റ് സെൻസിറ്റീവ് എമൽഷൻ. അതിനുശേഷം ഈ പ്ലേറ്റ് ഉണ്ടല്ലോ, ഈ പ്ലേറ്റുമേ
വളരെ തിന്നായ നേർത്ത ഒരു എമൽഷൻ ഇതിൽ കോട്ട് ചെയ്യും. അതായത് ഈ പ്ലേറ്റ് ഉണ്ടല്ലോ, ഈ പ്ലേറ്റിന് പുറത്ത് എന്ത് ചെയ്യും, ഒരു എമൽഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പഴുപ്പ് അല്ലെങ്കിൽ ഒരു ജ്യൂസ് പരുവത്തിലുള്ള ഒരു കൊഴുത്ത ദ്രാവക രൂപത്തിലുള്ള ഒരു സംവിധാനം, ഒരു വസ്തു. അതെന്ത് ചെയ്യും, ഈ പ്ലേറ്റിന് മുകളിൽ പ്ലേറ്റിന് മേലെന്ത് ചെയ്യും, കോട്ട് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതിയും. അതിനുശേഷം എന്ത് ചെയ്യും, എക്സ്പോസ്ഡ് ടു UV ലൈറ്റ്. അതിനുശേഷം ഈ പ്ലേറ്റിൽ അൾട്രാവയലറ്റ് ലൈറ്റ് എന്ത് ചെയ്യും, കൊള്ളിക്കും. UV ലൈറ്റ് ഇതിൽ പതിപ്പിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ലൈറ്റ് ഇതിൽ പതിക്കുമ്പോൾ വിച്ച് ഹാർഡൻസ് ദ എമൽഷൻ ഇൻ ദ ഏരിയാസ്. അതായത് ഈ പ്ലേറ്റ് ഉണ്ടല്ലോ, നേരത്തെ പറഞ്ഞില്ലേ, ആ പ്ലേറ്റിന് മുകളിൽ എന്ത് ചെയ്യും, എമൽഷൻ, ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ, തിക്കായിട്ടുള്ള ഒരു ദ്രാവക രൂപത്തിലുള്ള വസ്തു. ആ വസ്തു പ്ലേറ്റിന് മുകളിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, തേച്ചിട്ടുണ്ടാവും, കോട്ട് ചെയ്തിട്ടുണ്ടാവും. ആ കോട്ട് ചെയ്തത് ഒന്ന് ഹാർഡൻ ആകുന്നതിന് വേണ്ടി, ഒന്ന് ഉറയ്ക്കുന്നതിന്, ഒന്ന് കട്ടിയാകുന്നതിന് വേണ്ടി എന്ത് ചെയ്യും, UV ലൈറ്റ് എക്സ്പോസ് ചെയ്യും. കാരണം ഇതിന് മേലെ എന്ത് ചെയ്യും, UV ലൈറ്റ്, ദാറ്റ് മീൻസ് അൾട്രാ വയലറ്റ് ലൈറ്റ് എന്ത് ചെയ്യും, എക്സ്പോസ് ചെയ്യും. ഇനി ഇതിന് ശേഷം ദ പ്ലേറ്റ് ഈസ് ലോഞ്ച്ഡ് ഓൺ ടു ദി പ്രിന്റിംഗ് പ്രസ് ആൻഡ് ഇങ്ക് ഈസ് അപ്ലൈഡ് ടു ദ സർഫസ് ഓഫ് ദി പ്ലേറ്റ്. ഇതിന് ശേഷം എന്ത് ചെയ്യും, ഈ പ്ലേറ്റ് ഉണ്ടല്ലോ, ഇതിന് ശേഷം അതായത് നമ്മുടെ പ്രിന്റിംഗ് പ്രസ്സിൽ ലോഡ് ചെയ്യും. അതിനുശേഷം ഈ ഒരു പ്ലേറ്റിന്റെ സർഫസ്, ഉപരിതലത്തിൽ അവിടെ ആയിരിക്കും ആ എമൽഷനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവുക, കോട്ട് ചെയ്തിട്ടുണ്ടാവുക. ആ ഭാഗത്ത് എന്ത് ചെയ്യും, അപ്ലൈ ചെയ്യും, ഇങ്ക് അപ്ലൈ ചെയ്യും. The ink adheres only to the areas of the plate that have been exposed to UV light. ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് എമൽഷൻ കോട്ട് ചെയ്തിട്ടുണ്ടാവും, ആ ഭാഗം എന്താവും, UV ലൈറ്റ് എക്സ്പോസ്ഡ് ആവും. അതായത് ഈ UV ലൈറ്റ് ആ ഭാഗത്ത് എന്ത് ചെയ്യും, തട്ട് അല്ലെങ്കിൽ കൊള്ളുക അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാം. അങ്ങനെ ആ UV ലൈറ്റ് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് മാത്രമേ എന്ത് ചെയ്യൂ, ഈ മഷി പിടിക്കുള്ളൂ ഈ പ്ലേറ്റിൽ. അതായത് ഈ പ്ലേറ്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞു എമൽഷൻ കോട്ട് ചെയ്തു, അതിനുശേഷം UV ലൈറ്റ് എക്സ്പോസ്ഡ് ആയി. ആ ഒരു പ്രതലം, ആ ഒരു ഭാഗത്ത് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, മഷി പിടിക്കുന്നത്. അങ്ങനെ എന്ത് ചെയ്യും, ക്രിയേറ്റിംഗ് എ റിവേഴ്സ് ഇമേജ് ഓഫ് ദി ഒറിജിനൽ ഡിസൈൻ. അങ്ങനെ എന്ത് ചെയ്യാണ്, നമുക്ക് പ്രിന്റ് ലഭിക്കേണ്ട ഒറിജിനൽ ഡിസൈൻ ഉണ്ടല്ലോ, ആ ഡിസൈനിന്റെ ഒരു റിവേഴ്സ് ആയിട്ടുള്ള, അതിന്റെ ഒരു ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ഒരു തല തിരിഞ്ഞ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഇങ്ക്ഡ് ഇമേജ് ഓൺ ദ പ്ലേറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു എ റബ്ബർ ബ്ലാങ്കറ്റ്. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഇമേജ്, ഇങ്ക്ഡ് ഇമേജ് ഉണ്ടല്ലോ, അത് റബ്ബർ ബ്ലാങ്കറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. വിച്ച് ഈസ് ദെൻ പ്രസ്ഡ് ഓൺ ടു ദ ഫൈനൽ പ്രിന്റിംഗ് സർഫസ്, അതായത് ടിപ്പിക്കലി പേപ്പർ. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്, പേപ്പറിലേക്ക് പ്രസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു എന്ത്, ആ ഒരു പ്രിന്റിംഗ് പ്ലേറ്റ് ഹെവി ആയതുകൊണ്ടാണ് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാത്തത്, പേപ്പറിലേക്ക് പ്രസ് ചെയ്യാത്തത്. അപ്പോൾ അതിന് മുൻപ് എന്ത് ചെയ്യും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു റബ്ബർ ബ്ലാങ്കറ്റ്, ആ ഒരു ഡാമേജ് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഇടയിൽ വരുന്നതാണ്. അപ്പൊ അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്, പേപ്പറിലോട്ട് പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് ഏകദേശം ഓഫ്സെറ്റ് പ്രിന്റിങ്ങിന്റെ ഒരു പ്രവർത്തനം വരുന്നത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അപ്പൊ ഇതിൽ ടെക്നോളജിക്കൽ ആയിട്ടുള്ള ഭാഗങ്ങളാണ് ഇതിന്റെ, അതായത് ഇതിന്റെ പ്രവർത്തന രീതികളാണ് പറയുന്നത്. അപ്പൊ ആ ഒരു ഭാഗത്ത്, ആ ഭാഗം പറയുമ്പോൾ ഒരു സാങ്കേതികമായിട്ടുള്ള ആ വശങ്ങളുടെ എക്സ്പ്ലനേഷൻ കാരണം കുറവായിരിക്കും. കാരണം നമുക്ക് അതിനെക്കുറിച്ച് നല്ല നോളേജ് ഉണ്ടെങ്കിലേ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റൂ. അപ്പൊ അതിനു മാത്രം, ആ ഒരു ഭാഗങ്ങളെ കുറിച്ച് അതിനു മാത്രം എനിക്ക് നോളേജ് ഇല്ലാത്തത് കൊണ്ട്, കാരണം എൻ്റെ ഒരു ലിമിറ്റ്, എൻ്റെ ഒരു പരിധിക്കുള്ളിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാക്കി എന്ത് ചെയ്യുക, നിങ്ങളൊരു വിധമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി അടുത്തത് പറയുന്നത് ഡിജിറ്റൽ പ്രിന്റിംഗ് ആണ്. അപ്പൊ ഇതൊക്കെ ടെക്നോളജിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു അറിവിൻ്റെ ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ അതിനുള്ളിൽ വെച്ചായിരിക്കും ഇതിന്റെ സാങ്കേതിക വശങ്ങളെ കുറിച്ച് ഞാൻ കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ ഡിജിറ്റൽ പ്രിന്റിംഗ് എന്ന് പറയുമ്പോൾ, ഡിജിറ്റൽ പ്രിന്റിംഗ് ഈസ് വൺ ഓഫ് ദി മോഡേൺ പ്രിന്റിംഗ് ടെക്നിക്സ് ദാറ്റ് ഇൻവോൾവ്സ് പ്രിന്റിംഗ് ഡിജിറ്റൽ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിജിറ്റൽ പ്രിന്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഡിജിറ്റൽ പ്രിന്റിംഗ്? അതായത് ഇന്നത്തെ ഏറ്റവും മോഡേൺ പ്രിന്റിംഗ് ടെക്നിക്കാണ് എന്ത്, ഡിജിറ്റൽ പ്രിന്റിംഗ്. ഇന്നത്തെ ആധുനികമായിട്ടുള്ള
സംവിധാനമാണ് എന്ത് ഇന്ന് നമ്മളൊക്കെ കാണുന്നിടത്ത്, നമ്മൾ ഫോട്ടോ കോപ്പി എടുക്കാനും മറ്റും ചെല്ലുന്നിടത്തൊക്കെ ഉള്ളത് എന്താണ്? ഡിജിറ്റൽ പ്രിന്റിംഗ് ആണ്. ഓഫീസുകളിലും സ്ഥാപനങ്ങളിലും ഒക്കെയുള്ള മോഡേൺ പ്രിന്റിംഗ് ടെക്നിക്കാണ്. എന്താ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സംവിധാനം എന്ന് പറയുമ്പോൾ ഇൻവോൾവ്സ് പ്രിന്റിംഗ് ഡിജിറ്റൽ ഫയൽസ്. ഇവിടെ ഡിജിറ്റൽ ഫയലുകളാണ്, അതായത് കമ്പ്യൂട്ടറിലും മറ്റൊക്കെ സെറ്റ് ചെയ്യുന്ന ഡിജിറ്റൽ ഫയലുകളെയാണ് പ്രിന്റ് ചെയ്യുന്നത്. ഡയറക്റ്റ്ലി ഓൺ ടു എ വെറൈറ്റി ഓഫ് മെറ്റീരിയൽസ് യൂസിങ് ഇങ്ക്ജെറ്റ് ഓർ ലേസർ പ്രിന്റിംഗ് ടെക്നോളജീസ്. ഇന്ന് നമുക്കറിയാം ആധുനികമായിട്ടുള്ള പ്രിന്റിംഗ് മെഷീനുകൾ, അതായത് ഇങ്ക്ജെറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ലേസർ പ്രിന്റിംഗ് ടെക്നോളജീസ് ഉണ്ട്, പ്രിന്റിംഗ് ടെക്നോളജീസ്. അപ്പൊ ഇങ്ക്ജെറ്റ് അല്ലെങ്കിൽ ലേസർ പ്രിന്റിംഗ് ടെക്നോളജി, ഇത് പ്രിന്റ് എടുക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ ആ പ്രിന്റിംഗ് ടെക്നോളജീസ് ഉപയോഗിച്ചുകൊണ്ട് വ്യത്യസ്തമായ മെറ്റീരിയലുകളിലേക്ക്, അപ്പൊ പേപ്പറിൽ മാത്രമല്ല പ്രിന്റ് എടുക്കാൻ പറ്റുക, വ്യത്യസ്തമായിട്ടുള്ള മെറ്റീരിയലുകളിലേക്ക് ഡിജിറ്റൽ ഫയലിനെ പ്രിന്റ് ചെയ്യുന്ന ഒരു ആധുനിക സംവിധാനം, മോഡേൺ ടെക്നിക്സ് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് എന്ത്? ഡിജിറ്റൽ പ്രിന്റിംഗ്. അപ്പൊ ഡിജിറ്റൽ പ്രിന്റിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, അതിന് പ്രധാനമായിട്ടും അതിൻ്റെ ഒരു ഭാഗം, അതിൽ ഇൻവോൾവ്ഡ് ആയിരിക്കുന്നത് കമ്പ്യൂട്ടറാണ് അല്ലേ. അപ്പൊ ഡിജിറ്റൽ പ്രിന്റിംഗ് ഡസ് നോട്ട് റിക്വയർ. അതുകൊണ്ട് തന്നെ ഈ ഡിജിറ്റൽ പ്രിന്റിങ്ങിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ഇതിന് മുൻപ് പറഞ്ഞ എല്ലാ പ്രിന്റിംഗ് ടെക്നോളജിയിലും പ്രിന്റിംഗ് പ്ലേറ്റ് ഉണ്ടായിരുന്നു. അത് ആദ്യം പറഞ്ഞിരുന്നു വുഡ്, പിന്നെ മെറ്റൽ അല്ലെ, കോപ്പറും അലോയൊക്കെ പാടും ഉപയോഗിച്ചുണ്ടാക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡസ് നോട്ട് റിക്വയർ പ്രിന്റിംഗ് പ്ലേറ്റ്സ്. ഇവിടെ പ്രിന്റിംഗ് പ്ലേറ്റ് വേണ്ട, പ്രിന്റിംഗ് പ്ലേറ്റിന്റെ ആവശ്യമല്ല. അതുകൊണ്ട് തന്നെ വിച്ച് മേക്സ് ഇറ്റ് എ ഫാസ്റ്റർ. അപ്പൊ ആ ഒരു സംഭവം ഇല്ലാത്തത് കൊണ്ട് ഈ ഒരു ടെക്നോളജി വളരെ ഫാസ്റ്റർ ആണ്, എഫിഷ്യന്റ് ആണ്, ഇഫക്റ്റീവ് ആണ്, കോസ്റ്റ് ഇഫക്റ്റീവ്, ചെലവ് കുറവാണ്. അപ്പൊ ഫാസ്റ്റർ ആണ്, എഫിഷ്യന്റ് ആണ്, കോസ്റ്റ് ഇഫക്റ്റീവ് പ്രിന്റിംഗ് മെത്തേഡാണ് ഇത്. കാരണം ഇവിടെ പ്രിന്റിംഗ് പ്ലേറ്റിന്റെ ആവശ്യം വരുന്നില്ല. ഡിജിറ്റൽ പ്രിന്റിംഗ് ക്യാൻ ബി യൂസ്ഡ് ഓൺ എ വൈഡ് റേഞ്ച് ഓഫ് മെറ്റീരിയൽസ് ഇൻക്ലൂഡിങ്. അപ്പൊ ഈ ഡിജിറ്റൽ പ്രിന്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് പല സംഭവങ്ങളിൽ പ്രിന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ പല തരത്തിലുള്ള മെറ്റീരിയലുകളിൽ പ്രിന്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇൻക്ലൂഡിങ് പേപ്പർ ഉണ്ട്, പ്ലാസ്റ്റിക് ഉണ്ട്, ഫാബ്രിക് എന്ന് പറഞ്ഞാൽ തുണിയില്, അതുപോലെ തന്നെ ആൻഡ് മെറ്റൽ. ഇങ്ങനെ പല സംഭവങ്ങളിൽ പല തരത്തിലുള്ള മെറ്റീരിയൽസ്, എ വൈഡ് റേഞ്ച് ഓഫ് മെറ്റീരിയൽസ് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും അല്ലെ. നമുക്ക് പ്രിന്റ് ചെയ്ത ഷർട്ട് കിട്ടും അല്ലെ, ഗ്ലാസ്സില്, അതുപോലെ തന്നെ മെറ്റലുകളില്, മരത്തില്, ഇങ്ങനെ പല സംഭവങ്ങളിൽ എന്ത് ചെയ്യും? പ്രിന്റ് ചെയ്ത് കിട്ടും. അതിലുപരിയായിട്ട് ക്യാൻ പ്രൊഡ്യൂസ് ഹൈ ക്വാളിറ്റി പ്രിന്റ്സ് വിത്ത് ഷാർപ്പ് ക്ലിയർ ഇമേജസ് ആൻഡ് ടെക്സ്റ്റ്. നല്ല ഹൈ ക്വാളിറ്റിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രിന്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഷാർപ്പ് ക്ലിയർ ഇമേജസ് ആൻഡ് ടെക്സ്റ്റ്, നല്ല ക്ലിയർ ഉള്ള, നല്ല ഷാർപ്പായിട്ടുള്ള, ക്ലിയർ ആയിട്ടുള്ള ഇമേജുകളും ടെക്സ്റ്റുകളും. കാരണം നമുക്ക് എഴുതുന്നതിനേക്കാൾ നമുക്ക് അറിയാൻ പറ്റും, എഴുതുന്നതിനേക്കാൾ. ഇപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ കയ്യിൽ ഒരു ഫോട്ടോ കോപ്പി ഉണ്ട്, ആ ഫോട്ടോ കോപ്പിയിൽ കുറച്ച് നിറം കുറവാണ്. ഇപ്പൊ എക്സാമ്പിൾ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ പാസ്ബുക്കിന്റെ ഫ്രണ്ട് പേജാണ്, ആ ഫ്രണ്ട് പേജ് കുറച്ച് കളർ നിറം കമ്മിയാണ്, മഷി കമ്മിയാണെന്ന് വെക്കാം. നമുക്ക് നന്നായിട്ട് കളർ കൂട്ടി, വലുപ്പം കൂട്ടി, എല്ലാം നല്ല ക്വാളിറ്റി കൂട്ടി ഷാർപ്പായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പ്രിന്റ് എടുക്കാൻ പറ്റും. അതിനൊക്കെയുള്ള സൗകര്യങ്ങൾ, ടെക്നോളജി എവിടെ ഉണ്ട്? ഡിജിറ്റൽ പ്രിന്റിങ്ങിലുണ്ട്. ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ഫോർ പ്രിന്റിംഗ് എ റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് സച്ച് ആസ്. ഇന്ന് ഡിജിറ്റൽ പ്രിന്റിങ് പല തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി, പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ബിസിനസ് കാർഡുകള്, ബ്രോഷേഴ്സ്, പോസ്റ്റേഴ്സ്, ബാനേഴ്സ്, അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള മാർക്കറ്റിംഗ് മെറ്റീരിയൽസ്, ഇവയെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി ഡിജിറ്റൽ പ്രിന്റിങ് ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രിന്റിംഗ് ടെക്നോളജിയാണ് 3D പ്രിന്റിംഗ്. ഏതാണ്? 3D പ്രിന്റിംഗ് അല്ലെ. 3D എലിവേഷൻ എന്ന് കേട്ടില്ലേ നമ്മൾ വീടിന്റെ ഒക്കെ. അപ്പൊ 3D പ്രിന്റിംഗ്, ഇതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് കേട്ടോ. നോക്കൂ, 3D പ്രിന്റിംഗ് ഇസ് എ ടെക്നോളജി introduced in the US, United States during the 1980s. അതായത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ അടുത്ത കാലത്തൊന്നും അല്ല.
1980-കളിൽ US ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ടെക്നോളജിയാണ് ഈ 3D പ്രിന്റിംഗ് എന്നുള്ളത്. ദാറ്റ് അലോസ്, ഈ ഒരു ടെക്നോളജി നമ്മളെ അനുവദിക്കുന്നു. ഇതിലൂടെ നമുക്ക് സാധ്യമാകുന്നു, ഈ ടെക്നോളജിയിലൂടെ നമുക്ക് എന്തിനു സാധ്യമാകുന്നു? യു ടു ക്രിയേറ്റ് 3-dimensional ഒബ്ജക്ട്സ് ഫ്രം എ ഡിജിറ്റൽ ഡിസൈൻ. അതായത് ഒരു ഡിജിറ്റൽ ഡിസൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൽ രൂപപ്പെടുത്തുന്നത്. അത്തരം ഒരു ഡിജിറ്റൽ ഡിസൈൻ, ആ ഡിജിറ്റൽ ഡിസൈനിൽ നിന്നും ഒരു 3-dimensional ഒബ്ജക്റ്റ്, അല്ലെ 3-dimensional ഒബ്ജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3D ഒബ്ജക്റ്റ്, അതായത് സ്വാഭാവികമായിട്ടുള്ള അതിൻ്റെ ഒരു ഷേപ്പ്. സാധാരണ നമുക്കറിയാം, നമ്മൾ വരക്കുന്നത് എന്തല്ല, 3D അല്ല. 3D വരക്കാൻ പറ്റും നമുക്ക്. നമ്മൾ സ്വാഭാവികമായിട്ട് വരക്കുമ്പോൾ എന്തായിക്കാരം, അത് 2D ആയിക്കാരം. അപ്പൊ ഇത്തരത്തില് നമുക്ക് 3D ഒബ്ജക്ട്സ് ഒരു ഡിജിറ്റൽ ഡിസൈനിൽ നിന്നും നമുക്ക് മേക്ക് ചെയ്യാൻ സാധിക്കുന്നു. ഇറ്റ് വർക്ക്സ് ബൈ യൂസിങ്, ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാ? ഇറ്റ് വർക്ക്സ് ബൈ യൂസിങ് എ പ്രിന്റർ. ഇതിന് സാധാ പ്രിന്റർ പറ്റില്ല. ഇതിന്റെ പ്രിന്ററിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് that can layer materials such as plastic or metal. അതായത് ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു പ്രിന്ററിന്റെ പ്രത്യേകത, ഈ ഒരു പ്രിന്ററിന് ലെയർ ചെയ്യാൻ കഴിയും. ലെയർ എന്ന് വെച്ച് കഴിഞ്ഞാല് അടുക്കുകള് അല്ലെങ്കിൽ പാളികള്, ലെയേഴ്സ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇതിന്റെ പ്രത്യേകതയാണ്, ഇതിന് ലെയർ ചെയ്യാൻ പറ്റും ഈ പ്രിന്ററിന്. അതാണ് ഈ പ്രിന്ററിന്റെ സവിശേഷത. യൂസിങ് എ പ്രിന്റർ, ഇവിടെ ഉപയോഗിക്കുന്ന പ്രിന്റർ ദാറ്റ് ക്യാൻ ലെയർ മെറ്റീരിയൽസ്, അതായത് മെറ്റീരിയൽസിൽ ലെയർ ചെയ്യാൻ പറ്റും. അതായത് പ്ലാസ്റ്റിക്, അതുപോലെ തന്നെ മെറ്റലൊക്കെ. അപ്പൊ ഇത്തരത്തിലുള്ള മെറ്റീരിയൽസിൽ ലെയർ ചെയ്യാൻ ഇതിന് കഴിയും. That can layer materials such as plastic or metal on top of each other to form the shape of the object. അതായത് നമുക്ക് വേണ്ട ഒബ്ജക്റ്റ് ഏത് രൂപത്തിലാണോ ആ രൂപം, ആ ഒരു ഷേപ്പ് ഫോം ചെയ്യുന്നതിന് വേണ്ടി ലെയർ ചെയ്തിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപം ഉണ്ടാക്കി തരാൻ കഴിയുന്ന ഒരു പ്രിന്റർ. ആ ഒരു പ്രിന്റർ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സംവിധാനം വർക്ക് ചെയ്യുന്നത്. ടു ക്രിയേറ്റ് 3D പ്രിന്റ്, നമുക്കൊരു 3D പ്രിന്റ് ലഭിക്കുന്നതിന് വേണ്ടി യു നീഡ് ടു ഡിസൈൻ ദ ഒബ്ജക്റ്റ് ഓൺ എ കമ്പ്യൂട്ടർ യൂസിങ് സ്പെഷ്യലൈസ്ഡ് സോഫ്റ്റ്വെയർ. നമുക്കൊരു 3D ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഒബ്ജക്റ്റ് നമ്മൾ സ്പെഷ്യലൈസ്ഡ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നമ്മൾ ആ ഒബ്ജക്റ്റ് ഡിസൈൻ ചെയ്യണം. കാരണം എന്ത് ഒബ്ജക്റ്റ് എങ്ങനെയാണോ നമുക്ക് ലഭിക്കേണ്ടത് അത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഒരു പ്രത്യേക സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നമ്മൾ ആദ്യം ഡിസൈൻ ചെയ്യണം. ആ ഡിസൈൻ ചെയ്തതിന് ശേഷമാണ് അത് എങ്ങോട്ട് കൊടുക്കുക? ആ ഇൻപുട്ടാണ് നമ്മൾ എങ്ങോട്ട് കൊടുക്കുക? പ്രിന്ററിലേക്ക് കൊടുക്കേണ്ടത്, സജഷനൊക്കെ കൊടുക്കേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ അതിന് പറ്റിയ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഒബ്ജക്റ്റ് ഡിസൈൻ ചെയ്യണം. അതിനുശേഷം ആ ദ ഡിസൈൻ ഈസ് സെൻഡ് ടു ദ 3D പ്രിന്റർ. ഇവിടെ സാധാ പ്രിന്റർ പറ്റില്ല. നമ്മൾ ആ ഡിസൈൻ ചെയ്തത് 3D പ്രിന്ററിലോട്ട് സെൻഡ് ചെയ്യണം. വിച്ച് റീഡ്സ് ദ ഡിസൈൻ ആൻഡ് ക്രിയേറ്റ്സ് ദ ഒബ്ജക്റ്റ്. അപ്പൊ ആ പ്രിന്റർ എന്ത് ചെയ്യും? നമ്മളുടെ ഡിസൈൻ റീഡ് ചെയ്യും, എന്നിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും. എങ്ങനെയാ ചെയ്യുക? ക്രിയേറ്റ് ദ ഒബ്ജക്റ്റ്. നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. എങ്ങനെ? ബൈ ലെയറിംഗ് ദ ചോസൺ മെറ്റീരിയൽ. ഏത് മെറ്റീരിയൽ ആണെങ്കിൽ ആ മെറ്റീരിയൽ നമ്മൾ നമ്മൾ ചൂസ് ചെയ്ത മെറ്റീരിയൽ ഉണ്ടല്ലോ, ആ മെറ്റീരിയൽ എന്ത് ചെയ്യും? മെറ്റീരിയലിൽ ലെയർ ചെയ്തിട്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ലെയർ അറ്റ് എ ടൈം, അതായത് ഒരു സമയത്ത് ഒരു ലെയർ. ഈ രീതിയിലായിരിക്കും. ദ പ്രിന്റർ ഫോളോസ് ദ ഇൻസ്ട്രക്ഷൻസ് ഇൻ ദ ഡിസൈൻ ഫയൽ and uses the chosen material to build up the object layer by layer. അപ്പൊ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് പ്രിന്റർ എന്ത് ചെയ്യും? നമ്മൾ നൽകിയ ഫയൽ ഉണ്ടല്ലോ, ആ ഡിസൈൻ ഫയല്, അതിലുള്ള ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും? ഏത് മെറ്റീരിയൽ ആണെങ്കിലും നമ്മൾ തിരഞ്ഞെടുത്ത മെറ്റീരിയൽ, ആ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ലെയർ ബൈ ലെയർ ആയിട്ട് എന്ത് ചെയ്യും?
നമുക്ക് വേണ്ട പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യും. ബിൽഡ് അപ്പ് ദ ഓബ്ജക്റ്റ് ലെയർ ബൈ ലെയർ അൺടിൽ ദ ഫൈനൽ ഷേപ്പ് ഈസ് ഫോംഡ്. അങ്ങനെ ഏതുവരെ ആ ഫൈനൽ സ്റ്റേജ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, അത് ഫോം ചെയ്യുന്നത് വരെ, അത് പൂർത്തിയാകുന്നത് വരെ ഓരോ ലെയർ ആയിട്ട് എന്ത് ചെയ്യും, ആ ഒരു ഡിസൈൻ ഫയൽ ഉണ്ടല്ലോ അതിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷൻസ്, ആ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചിട്ട് ലെയർ ബൈ ലെയർ ആയിട്ട് ഒബ്ജക്റ്റ് പ്രിന്റർ ബിൽഡപ്പ് ചെയ്യും. വൺസ് ദ പ്രിന്റിംഗ് പ്രോസസ് ഈസ് കംപ്ലീറ്റ് ദ ഒബ്ജക്റ്റ് ക്യാൻ ബി റിമൂവ്ഡ് ഫ്രം ദി പ്രിന്റർ ആൻഡ് യൂസസ് ഫോർ ഇറ്റ്സ് പേർപ്പസ്. അങ്ങനെ ആ പ്രിന്റിംഗ് പ്രോസസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ആ ഓബ്ജക്റ്റ് നമുക്ക് പ്രിന്ററിൽ നിന്നും റിമൂവ് ചെയ്തിട്ട് അതിന്റെ പർപ്പസ്, നമ്മുടെ ആവശ്യം എന്താണോ അതിന് നമുക്കത് ഉപയോഗിക്കാൻ കഴിയും. 3D പ്രിന്റിംഗ് ഹാസ് വെറൈറ്റി ഓഫ് അപ്ലിക്കേഷൻസ്. ഈ 3D പ്രിന്റിംഗ് ടെക്നോളജിക്ക് പലതായിട്ടുള്ള അപ്ലിക്കേഷൻസ് ഉണ്ട്. പല അപ്ലിക്കേഷൻസ് ഉണ്ട്, ഇൻക്ലൂഡിംഗ് പ്രോട്ടോടൈപ്സ്, മോഡൽസ് ആൻഡ് സ്മാൾ പ്രൊഡക്ഷൻ റൺസ് ഓഫ് പ്രോഡക്ട്സ്. ഇതൊക്കെ ഇതിന്റെ ഉപയോഗങ്ങളാണ്. അപ്പൊ ആദ്യം പറഞ്ഞത് പ്രോട്ടോടൈപ്സ്, അതായത് പ്രോട്ടോടൈപ്സ് ക്രിയേറ്റ് ചെയ്യാം. ഒന്നാമത്തെ എന്താണ്? പ്രോട്ടോടൈപ്സ് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ എന്താണ് പ്രോട്ടോടൈപ്പ് ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോട്ടോടൈപ്സ് ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ റഫ് മോഡൽ. അപ്പൊ എന്തെങ്കിലും ഒരു വസ്തു, ഇപ്പൊ എക്സാമ്പിൾ പറയാണ്, ഏറ്റവും പരിചയമുള്ള എക്സാമ്പിൾ, ഒരു വീടുണ്ടാക്കുന്നതിന് മുൻപ് ആ വീടിന്റെ ഒരു 3D, ദാറ്റ് ഈസ് അതന്നെയാണ് എന്ത്, പ്രോട്ടോടൈപ്സ്. അപ്പൊ ആദ്യം നമ്മളിപ്പോ എന്തെങ്കിലും ഒരു വസ്തു ഉണ്ടാക്കാൻ പോവുകയാണെങ്കിൽ ആ വസ്തുവിന്റെ പ്രോട്ടോടൈപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രോട്ടോടൈപ്പിൽ നിന്നും നമുക്ക് എന്തെങ്കിലുമൊക്കെ മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ ചേഞ്ചസ്, അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പോരായ്മകള്, അല്ലെങ്കിൽ മറ്റെന്ത് കാര്യമാണെങ്കിലും, നമ്മൾ ഇനി എന്തെങ്കിലുമൊക്കെ ഇംപ്രൂവൈസേഷൻസ് ചെയ്യാനുണ്ടെങ്കിൽ, എന്ത് കാര്യമാണെങ്കിലും നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ മോഡലുകള് ആൻഡ് സ്മാൾ പ്രൊഡക്ഷൻ റൺസ് ഓഫ് പ്രോഡക്ട്സ്. അതുപോലെ തന്നെ സ്മാൾ പ്രൊഡക്ഷൻ റൺസ് ഓഫ് പ്രോഡക്ട്സ്, അതായത് കുറച്ചു മാത്രം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി അതിലൂടെ റൺ ചെയ്യുന്ന ചെറിയ സ്ഥാപനങ്ങളും ചെറിയ പ്രൊഡക്ഷൻസ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരത്തില് മാതൃകകള്, മോഡലുകൾ ഉണ്ടാക്കാം. എന്നിട്ട് അതിന്റെ കാര്യങ്ങള്, അതെങ്ങനെ മുന്നോട്ട് പോകും, അതിന്റെ പോരായ്മകള്, അതിനെന്തെല്ലാം ചെയ്യണം, ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ ഒരു 3D പ്രിന്റിംഗ് എന്ന് പറയുന്ന ടെക്നിക് ഓർ ടെക്നോളജി ഉപയോഗിക്കുന്നു. It is also used in industries such as manufacturing, health care, aerospace പോലുള്ള മേഖലകളിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് ഈ ടെക്നോളജിയുടെ ഏതാനും അഡ്വാൻറ്റേജസ്, 1-2 അഡ്വാൻറ്റേജസ് പറഞ്ഞുതരാം. 2 മാർക്കിന് ചോദിച്ചാലോ? അഡ്വാൻറ്റേജസ് ഓഫ് 3D പ്രിന്റിംഗ്. One of the advantages of 3D printing is ഒന്നെന്താ, ഇറ്റ്സ് എബിലിറ്റി ടു ക്രിയേറ്റ് കോംപ്ലക്സ് ഷേപ്സ് ആൻഡ് ഡിസൈൻസ് ദാറ്റ് മേ ബി ഡിഫിക്കൽട്ട് ഓർ ഇമ്പോസിബിൾ ടു പ്രൊഡ്യൂസ് വിത്ത് ട്രഡീഷണൽ മാനുഫാക്ചറിങ് മെത്തേഡ്സ്. അപ്പൊ ഇതിന് മുൻപുള്ള, അതായത് 3D പ്രിന്റിങ്ങിന് മുൻപുണ്ടായിരുന്ന പരമ്പരാഗതമായിട്ടുള്ള മറ്റു മെത്തേഡുകൾ ഉണ്ടല്ലോ, ആ മെത്തേഡുകളിലൂടെ സാധ്യമാവാത്ത വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സങ്കീർണമായിട്ടുള്ള ഡിസൈനുകള്, ഷേപ്പുകള്, രൂപങ്ങളൊക്കെ ഉണ്ടാക്കാൻ 3D പ്രിന്റിംഗ് ടെക്നോളജി കൊണ്ട് കഴിയും. അതായത് ഇതിന് മറ്റു ടെക്നോളജീസ് കൊണ്ട് സാധ്യമല്ലാത്ത ഷേപ്പുകള്, ഡിസൈൻസ് ഒക്കെ ഉണ്ടാക്കാൻ ഈ ടെക്നോളജി കൊണ്ട് നമുക്ക് കഴിയും. അതാണ് ഒരു സവിശേഷത. രണ്ടാമത്തേത്, ഇറ്റ് അലോസ് ഫോർ ഗ്രേറ്റർ കസ്റ്റമൈസേഷൻ. അപ്പൊ എന്താന്ന് വെച്ചാൽ രണ്ടാമത്തെ ഒരു സവിശേഷത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെയധികം കസ്റ്റമൈസേഷൻ സാധ്യമാക്കുന്നു. കസ്റ്റമൈസേഷൻ കൊണ്ട് എന്താ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ? അതായത് ഓരോരുത്തരുടെ ആഗ്രഹത്തിനനുസരിച്ച് ഓരോന്ന് നിർമ്മിക്കാം. ഇപ്പൊ എന്താന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. ഇപ്പൊ വീടിന്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ 3D ഉപയോഗിച്ച് ഓരോരുത്തർക്ക് എങ്ങനെയാണോ വേണ്ടത് അതത് മോഡൽ നിർമ്മിച്ചു കൊടുക്കാൻ പറ്റും. അപ്പൊ ഇവിടെ കസ്റ്റമൈസേഷനെ വളരെയധികം സാധ്യമാക്കുന്നു. ഏതുപോലെ? ആസ് ഈച്ച് ഒബ്ജക്റ്റ് ക്യാൻ ബി ഡിസൈൻ ടു ഫിറ്റ് സ്പെസിഫിക് നീഡ്സ് ആൻഡ് റിക്വയർമെന്റ്സ്.
അതായത് ഓരോരുത്തരുടെ നീഡ്സും റിക്വയർമെന്റ്സും, ഓരോരുത്തരുടെ അല്ലെങ്കിൽ ഓരോ സാഹചര്യത്തിന്റെ ആവശ്യങ്ങൾ അനുസരിച്ച്, റിക്വയർമെന്റ്സും അതുപോലെ തന്നെ നീഡ്സും അനുസരിച്ച് ഡിസൈൻസ് ക്യാൻ ബി ഡിസൈൻ ഒബ്ജക്റ്റ് ഡിസൈൻ ചെയ്യാൻ സാധ്യമാകുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇവിടെ കസ്റ്റമൈസേഷൻ വളരെയധികം നമുക്ക് സാധ്യമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇതോടുകൂടി എന്ത് ചെയ്തു, എവല്യൂഷൻ ഓഫ് പ്രിന്റിംഗ് എന്നുള്ളത് കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇന്ന് എന്ത് ചെയ്യാണ്, ഈ വീഡിയോയിൽ തന്നെ രണ്ടാമത്തെ യൂണിറ്റും കൂടി അങ്ങ് സ്റ്റാർട്ട് ചെയ്യാണ്. കാരണം എന്തായാലും കുറച്ചുകൂടി സമയമുണ്ടല്ലോ കേട്ടോ. അപ്പൊ നോക്കൂ, രണ്ടാമത്തെ യൂണിറ്റിന്റെ പേര് വരുന്നത് എവല്യൂഷൻ ഓഫ് റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് ആണ്. നമുക്കറിയാം, ഇന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് എന്താണ്, അതായത് റേഡിയോയുടെ ഉപയോഗം മിക്ക വീടുകളിലും ഇല്ല, കുറഞ്ഞിരിക്കുന്നു അല്ലെ. ഇന്ന് പല വീടുകളിലും, അതായത് നമുക്കറിയാവുന്ന കാര്യമാണ് മറ്റു സാങ്കേതിക വിദ്യകൾ അല്ലെ, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ ഒക്കെ അങ്ങോട്ട് വളർന്നതോടുകൂടി എന്ത് ചെയ്തു, റേഡിയോ ഒക്കെ പല വീടുകളിൽ നിന്നും അപ്രത്യക്ഷമായി. എന്നാലും നമ്മൾ ആ റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ്, റേഡിയോ സംപ്രേഷണം, അപ്പൊ അതിൻ്റെ ആ ഒരു എങ്ങനെയാണ് അതിൻ്റെ എവല്യൂഷൻ, അതിൻ്റെ ഡെവലപ്മെന്റ്, അതിൻ്റെ പരിണാമം, അതിൻ്റെ വികാസം എങ്ങനെയായിരുന്നു നോക്കൂ. സം ഓഫ് ദി ഏർലി ഇൻവെൻഷൻസ് ദാറ്റ് പ്ലേഡ് a vital role in the formulation of radio transmission technology. അതായത് റേഡിയോ ട്രാൻസ്മിഷൻ ടെക്നോളജിയുടെ ഫോർമുലേഷൻ, അതിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് വൈറ്റൽ റോൾ, വളരെ പ്രാധാന്യമുള്ള പങ്ക് വഹിച്ച ചില ഇൻവെൻഷൻസ് ഉണ്ട്. ആ ഇൻവെൻഷൻസ് ഏതൊക്കെയാണെന്ന്, സം ഓഫ് ദ ഏർലി ഇൻവെൻഷൻസ്, ചില ആദ്യകാല ഇൻവെൻഷൻസ്, മുൻപുണ്ടായിരുന്ന ചില ഇൻവെൻഷൻസ്, റേഡിയോക്ക് മുൻപുള്ള ചില കണ്ടുപിടുത്തങ്ങൾ, ആ കണ്ടുപിടുത്തങ്ങൾ റേഡിയോയുടെ പ്രവർത്തനത്തിൽ വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളതാണ്. The development of radio transmission technology was a long and complex process. റേഡിയോ ട്രാൻസ്മിഷൻ ടെക്നോളജി, ആ ടെക്നോളജിയുടെ വികാസത്തിനു പിറകില് വളരെ സങ്കീർണവും അതുപോലെ തന്നെ വളരെ ദൈർഘ്യമുള്ളതുമായ, വളരെ നീണ്ടതുമായിട്ടുള്ള ഒരു പ്രോസസ്. റേഡിയോ എന്ന് പറയുന്നത് ഒരു ദിവസം നേരം വെളുത്തപ്പോൾ ഉണ്ടായൊരു ടെക്നോളജി അല്ല. കാരണം നമുക്കറിയാം, റേഡിയോ നമ്മളിൽ നിന്നും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് പതുക്കെ പതുക്കെ. അതേപോലെ തന്നെയാണ് റേഡിയോയുടെ വരവും. റേഡിയോ ടെക്നോളജിയുടെ വരവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വാസ് എ ലോങ് ആൻഡ് കോംപ്ലക്സ് പ്രോസസ് that involved several inventors and discoveries over many years. ഒരുപാട് വർഷങ്ങളുടേതായിട്ടുള്ള ഡിസ്കവറീസ്, കണ്ടുപിടുത്തങ്ങളും അതുപോലെ തന്നെ ഇൻവെന്റേഴ്സ്, ഒരുപാട് സയന്റിസ്റ്റുകളും കണ്ടുപിടുത്തക്കാരുടെയും ഇൻവോൾവ്മെന്റിന്റെ ഫലമായിട്ട്, അവരുടെ പ്രവർത്തന ഫലമായിട്ടാണ് റേഡിയോ ട്രാൻസ്മിഷൻ ടെക്നോളജി എന്ന് പറയുന്ന സാങ്കേതികത ഡെവലപ്പ് ചെയ്തത്. അല്ലാതെ പെട്ടെന്ന് ഒറ്റയടിക്കുണ്ടായ ഒരു ടെക്നോളജി അല്ല റേഡിയോ ട്രാൻസ്മിഷൻ ടെക്നോളജി. ഇനി എന്തെല്ലാം ദേ ഇൻക്ലൂഡ്, അപ്പൊ ഒരുപാട് ഇവിടെ പറഞ്ഞു, സെവറൽ ഇൻവെന്റേഴ്സും ആൻഡ് ഡിസ്കവറീസ്. അതായത് റേഡിയോ ട്രാൻസ്മിഷൻ ടെക്നോളജിക്ക് പിറകില് സെവറൽ ഇൻവെന്റേഴ്സും ഡിസ്കവറീസും ഉണ്ട്. ഒരുപാട് കണ്ടുപിടുത്തക്കാരും അവരുടെ കണ്ടുപിടുത്തങ്ങളും റേഡിയോ ട്രാൻസ്മിഷൻ ടെക്നോളജിയുടെ വരവിന് സഹായിച്ചിട്ടുണ്ട്. ദേ ഇൻക്ലൂഡ്, അതിൽ ഉൾപ്പെടുന്നു. അത് ആരൊക്കെയെന്ന് അറിയണ്ടേ? അതിൽ ഒന്നാമത്തെ തിയറി അല്ലെങ്കിൽ ഒന്നാമത്തെ കണ്ടുപിടുത്തമാണ് ഇലക്ട്രോ മാഗ്നറ്റിസം. ഒന്നാമത്തേതാണ് എന്ത്? ഇലക്ട്രോ മാഗ്നറ്റിസം കേട്ടോ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനിതൊക്കെ ഒന്ന് സിമ്പിളായിട്ട് പറഞ്ഞുതരാം കേട്ടോ. നമ്മളിവിടെ എന്ത് ചെയ്യണ്ട, വളരെ പ്രയാസപ്പെട്ട് ഒരു ഫിസിക്സ് പഠിക്കുന്ന പോലെ എന്ത് ചെയ്യണ്ട, പഠിക്കണ്ട കേട്ടോ. ജസ്റ്റ് കാര്യങ്ങളൊന്നും അറിഞ്ഞാൽ മതി. അപ്പൊ നോക്കൂ, electromagnetism is a scientific discovery that explains how electricity and magnetism are related. അതായത് മാഗ്നറ്റിസവും ഇലക്ട്രിസിറ്റിയും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന കണ്ടെത്തലാണ് എന്ത്? ഇലക്ട്രോ മാഗ്നറ്റിസം. കണ്ടോ, ഇലക്ട്രോ മാഗ്നറ്റിസം അതായത് ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും. മാഗ്നറ്റിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാന്തം എന്നൊക്കെ പറയില്ലേ കേട്ടോ, ആ ഒരു കാന്തികത കേട്ടോ. അപ്പോൾ ഇലക്ട്രിസിറ്റിയും, അപ്പോൾ
electromagnetism is a scientific discovery that explains how electricity and magnetism are related. Scientists, including Michael Faraday and Hans Christian Ørsted, അതായത് സയന്റിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ മൈക്കൽ ഫാരഡേ, വൈദ്യുതകാന്തിക പ്രഭാവം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? അപ്പൊ മൈക്കൽ ഫാരഡേയും അതുപോലെ തന്നെ ഹാൻസ് ക്രിസ്ത്യൻ ഈസ്റ്റഡ് ഒക്കെ ഇവർ രണ്ടുപേര് മാത്രമല്ല മറ്റു സയന്റിസ്റ്റുകളും അല്ലെ, പ്രത്യേകിച്ച് ഇവര് നോട്ടീസ്ഡ് ദാറ്റ് ഇലക്ട്രിക് കറന്റ്സ് കുഡ് ക്രിയേറ്റ് മാഗ്നറ്റിക് ഫീൽഡ്സ്. ഇവർ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. എന്താണ് ഇവർ ശ്രദ്ധിച്ചത്? അതായത് ഇലക്ട്രിക് കറന്റിന്, വൈദ്യുതിക്ക് മാഗ്നറ്റിക് ഫീൽഡ്, അതായത് ഒരു കാന്തിക മണ്ഡലം ഉണ്ടാക്കുന്നതിന് ഇലക്ട്രിക് കറന്റിന് കഴിയുന്നു. അതായത് ഇലക്ട്രിക് കറന്റ് ഉണ്ടെങ്കിൽ ഏതൊരു മെറ്റീരിയൽ ആയിക്കോട്ടെ, ഏതൊരു മെറ്റീരിയൽ അല്ല, അതായത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന മെറ്റീരിയൽ, ആ ഒരു മെറ്റീരിയലിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് എന്ത് ചെയ്തു? ഇവർ മനസ്സിലാക്കി. ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ ഷോവ്ഡ് ദാറ്റ്. ഇനി അടുത്ത സയന്റിസ്റ്റ് ആണ് ആര്? ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ. അദ്ദേഹം കണ്ടെത്തി കാണിച്ചു തന്നു. എന്താ കാണിച്ചു തന്നത്? ഷോ ദാറ്റ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, വൈദ്യുതകാന്തിക തരംഗങ്ങൾ, വേവ്സ് കുഡ് ട്രാവൽ ത്രൂ സ്പേസ് ലൈക്ക് ലൈറ്റ്. അതായത് സ്പേസിലൂടെ ലൈറ്റ് സഞ്ചരിക്കുന്ന പോലെ, ശൂന്യാകാശത്തു കൂടി ലൈറ്റ് സഞ്ചരിക്കുന്ന പോലെ വൈദ്യുതകാന്തിക തരംഗങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയുമെന്ന് ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ കാണിച്ചു തന്നു. ഈ ഒരു കണ്ടെത്തൽ, ദിസ് ഡിസ്കവറി ലെഡ്, ഈ ഒരു കണ്ടെത്തൽ കാരണമായി, അല്ലെങ്കിൽ ഈ ഒരു കണ്ടെത്തൽ നയിച്ചു എന്തിലോട്ട്? ടു ദ ഇൻവെൻഷൻ ഓഫ്, ഒരുപാട് കണ്ടുപിടുത്തങ്ങൾക്ക് ഇതാണ് കാരണമായത്. ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെൻഷൻ ഓഫ് മോട്ടോർസ്, ജനറേറ്റേഴ്സ്, അതർ ഇലക്ട്രോണിക് ഡിവൈസസ് ദാറ്റ് യൂസ് മാഗ്നറ്റിക് ഫീൽഡ് ടു വർക്ക്. മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന മറ്റു ഉപകരണങ്ങൾ, ഏതുപോലെ? മോട്ടോർ പോലെ, ജനറേറ്റർ പോലുള്ള ഒരുപാട് ഉപകരണങ്ങൾ കണ്ടെത്തുന്നതിന് ഈ ഒരു കണ്ടുപിടുത്തം കാരണമായി. അപ്പൊ ഇത്രയാണ് ഇലക്ട്രോ മാഗ്നറ്റിസത്തെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ടെലഗ്രാഫ് എന്നുള്ളതാണ്. ടെലഗ്രാഫിന്റെ കണ്ടെത്തൽ. ടെലഗ്രാഫ് കേട്ടില്ലേ? ദ ടെലഗ്രാഫ് വാസ് ഇൻവെന്റഡ് ഇൻ ദ മിഡ് 1800s ബൈ സാമുവൽ മോസെ ആൻഡ് അതേഴ്സ്. അതായത് 1800ന്റെ മധ്യങ്ങളിൽ സാമുവൽ മോസയാണ്, അതുപോലെ തന്നെ മറ്റാളുകളും ചേർന്നാണ്, അവരുടെ പേര് പറയുന്നില്ല, അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും ചേർന്നാണ് ടെലഗ്രാഫ് കണ്ടെത്തിയത്. ദ ടെലഗ്രാഫ് യൂസ്ഡ് വയേഴ്സ് ടു ട്രാൻസ്മിറ്റ് മെസ്സേജസ് ഓവർ ലോങ് ഡിസ്റ്റൻസസ് ബൈ സെൻഡിങ് ഇലക്ട്രിക്കൽ സിഗ്നൽസ്. അതായത് ടെലഗ്രാഫ് എന്ന് പറയുന്ന സംവിധാനം വയർ ഉപയോഗിച്ചിട്ട് മെസ്സേജുകളെ എന്ത് ചെയ്യുന്നു? മെസ്സേജസിനെ സെൻഡ് ചെയ്യുന്നു. യൂസസ് വയേഴ്സ് ടു ട്രാൻസ്മിറ്റ് മെസ്സേജസ് ഓവർ ലോങ് ഡിസ്റ്റൻസസ് ബൈ സെൻഡിങ് ഇലക്ട്രിക്കൽ സിഗ്നൽസ്. അതായത് മെസ്സേജസിനെ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആക്കിയിട്ട് ഈ സംവിധാനം വയേഴ്സിലൂടെ ഡിസ്റ്റൻസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ദാറ്റ് വേർ കൺവേർട്ടഡ് ഇൻ ടു ടെക്സ്റ്റ്. എന്നിട്ട് എന്ത് ചെയ്യും? ഇവയെ ടെക്സ്റ്റ് രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യും. ദ ടെലഗ്രാഫ് യൂസ്ഡ് വയേഴ്സ് ടു ട്രാൻസ്മിറ്റ് മെസ്സേജസ് ഓവർ ലോങ് ഡിസ്റ്റൻസസ് ബൈ സെൻഡിങ് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ദാറ്റ് വേർ കൺവേർട്ടഡ് ഇൻ ടു ടെക്സ്റ്റ്. ഈ ഇലക്ട്രിക്കൽ സിഗ്നൽസ് അതിനെ ടെക്സ്റ്റ് രൂപത്തിലേക്ക് എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്യും. അങ്ങനെ ടെലഗ്രാഫ് മെസ്സേജസിനെ ഡിസ്റ്റൻസിലോട്ട് സെൻഡ് ചെയ്യുന്നു വയേഴ്സിലൂടെ. അപ്പൊ ഇതൊരു വയർ സംവിധാനമാണ്, വയർ വേണം. ദ ടെലഗ്രാഫ് മെഷീൻ ഹാസ് എ കീ ആൻഡ് എ സൗണ്ടർ. ഈ ടെലഗ്രാഫ് മെഷീന് 2 പാർട്ടാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് ഒരു കീയും മറ്റൊന്ന് ഒരു സൗണ്ടറും. ദ കീ ഈസ് യൂസ്ഡ് ടു മേക്ക് ഇലക്ട്രിക്കൽ സിഗ്നൽസ്. ഈ കീ ഉപയോഗിക്കുന്നത് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. ആൻഡ് ദി സൗണ്ടർ മേക്സ് എ നോയിസ്
വെൻ ഇറ്റ് റിസീവ്സ് എ സിഗ്നൽ. അതുപോലെ തന്നെ ഈ സൗണ്ടർ ഉണ്ടല്ലോ, അത് സൗണ്ട് ഉണ്ടാക്കും എപ്പോ ഇലക്ട്രിക് സിഗ്നൽ റിസീവ് ചെയ്യുമ്പോൾ ദ കീ ഈസ് യൂസ്ഡ് ടു മേക്ക് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആൻഡ് ദ സൗണ്ടർ മേക്സ് എ നോയിസ് വെൻ ഇറ്റ് റിസീവ്സ് എ സിഗ്നൽ. അതായത് ഒരു സിഗ്നൽ റിസീവ് ചെയ്യുമ്പോൾ സൗണ്ടർ ശബ്ദം ഉണ്ടാക്കും, കീ സിഗ്നൽ ഉണ്ടാക്കുകയും ചെയ്യും, ഇലക്ട്രിക്കൽ സിഗ്നൽ. വെൻ യു പ്രസ് ദ കീ, അപ്പൊ ഇതിന് കീ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ ഈ കീ പ്രസ് ചെയ്യുമ്പോൾ ഇറ്റ് സെൻസ് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഡൗൺ ദ വയർ ടു ദ അതർ എൻഡ്. അപ്പൊ അതിലുള്ള കീ നിങ്ങൾ പ്രസ് ചെയ്യുമ്പോൾ അതിൽ നിന്നും സിഗ്നൽസ് വയറിലൂടെ അതിന്റെ അതർ എൻഡ്, ഒരു എൻഡിൽ നിങ്ങളാണ്, മറ്റൊരു എൻഡിൽ എന്തുണ്ടാവും, റിസീവർ ഉണ്ടാവും. നിങ്ങൾ ഇവിടെ കീ പ്രസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, വയറിലൂടെ അതർ എൻഡിലേക്ക് ഇലക്ട്രിക്കൽ സിഗ്നൽസ് സെൻഡ് ചെയ്യും. ദ പേഴ്സൺ ഓൺ ദ റിസീവിംഗ് എൻഡ്, അതർ എൻഡ് ഉണ്ടല്ലോ റിസീവിംഗ് എൻഡ്, ആ റിസീവിംഗ് എൻഡിലുള്ള പേഴ്സൺ, വ്യക്തി, ക്യാൻ ഹിയർ ദ സൗണ്ട്, ശബ്ദം കേൾക്കാൻ പറ്റും. ഏതിന്റെ, ഇലക്ട്രിക് സിഗ്നൽ അല്ല, ആ ശബ്ദം അവിടെ കേൾക്കാൻ പറ്റും. മാത്രമല്ല ആ വ്യക്തി റൈറ്റ് ഡൗൺ ദ മെസ്സേജ് ഇൻ മോസെ കോഡ്. അപ്പോൾ ഈ ഒരു മെസ്സേജ് കണ്ടെത്തിയ വ്യക്തി സാമുവൽ മോസ്, അപ്പൊ അദ്ദേഹം ഇതിനു വേണ്ടി പ്രത്യേകം രൂപീകരിച്ച ഒരു കോഡ് ഉണ്ട്, അതാണ് മോസെ കോഡ്. അപ്പൊ ആ അതർ എൻഡിലുള്ള മെസ്സേജ് റിസീവ് ചെയ്യുന്ന വ്യക്തി ഈ മെസ്സേജ് എന്ത് ചെയ്യും, മോസെ കോഡിൽ എന്ത് ചെയ്യും, എഴുതുകയും ചെയ്യുന്നു. ദ ടെലഗ്രാഫ് റവല്യൂഷണൈസ്ഡ് കമ്മ്യൂണിക്കേഷൻ, അതായത് ആശയവിനിമയ രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കാൻ ടെലഗ്രാഫിന് കഴിഞ്ഞു. Making it possible to send messages quickly over long distances for the first time in human history. ടെലഗ്രാഫിന്റെ വരവോടുകൂടി മനുഷ്യരുടെ ചരിത്രത്തിൽ തന്നെ വളരെ വേഗതയിൽ വിദൂരങ്ങളിലേക്ക് മെസ്സേജസ് അയക്കാൻ ആദ്യമായിട്ട് സാധിച്ചു. It played a vital role in the development of modern world. ആധുനിക ലോകത്തിന്റെ വികാസത്തിനു പിന്നിൽ ടെലഗ്രാഫിന് വളരെ വലിയ പങ്കുണ്ട്. അപ്പൊ ടെലഗ്രാഫ് വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് മോഡേൺ വേൾഡ്, ട്രേഡ്, കൊമേഴ്സ്. ഇതിൻ്റെയൊക്കെ വളർച്ചയിൽ, പുരോഗതിയിൽ ടെലഗ്രാഫിന് വളരെ വലിയ പങ്കുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാം, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, സജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.